നിസ്കാരം ഒരു പഠനം. അവതരണം സി മുഹമ്മദ് ഫൈസി. സംവിധാനം പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് സാഹിബ്. നിർമ്മാണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രവർത്തനം. ഇന്ന് 7 ഭാഷയിൽ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് ഇറക്കുകയും ആധുനിക സംവിധാനത്തോടെ സൗകര്യങ്ങളോടെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സിലബസ് ക്രമീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും ഇന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠ്യപദ്ധതി നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറിവ് സമ്പാദിക്കുന്നതിന് പ്രാക്ടിക്കലായി പഠനം നൽകുന്നത് കൂടുതൽ നന്നായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് കൈഫ കാന വുളു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളു എങ്ങനെയായിരുന്നു എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഫദഅ ബിമാഇൻ ഫതവല്ലഅ, വെള്ളം കൊണ്ടുവരാൻ പറയുകയും വെള്ളം കൊണ്ടുവന്ന് വുളു എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ശേഷം അവിടുന്ന് പറഞ്ഞു, ഹകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. ആകയാൽ നിസ്കാരവും വുളുവും മറ്റ് കർമ്മങ്ങളുമെല്ലാം ഗ്രന്ഥം വായിച്ച് പഠിക്കുന്നതിന് പുറമെ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുന്നതും പരിചയപ്പെടുത്തുന്നതും കൂടുതൽ ഉപകാരപ്രദവും സൗകര്യപ്രദവുമാണ് എന്ന് ഈ തെളിവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തദടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകളിലെ ചെറിയ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഒരു CD ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ CD വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുകയും വിദ്യാർത്ഥികൾക്ക് പുറമെ മുഴുവൻ ജനങ്ങൾക്കും പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ആദ്യമായി ഇറക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഷഹാദത്ത് കലിമക്ക് ശേഷം അതിപ്രധാനവും ദിനം പ്രതി 5 പ്രാവശ്യം നിർവഹിക്കപ്പെടുന്നതുമായ നിസ്കാരത്തെ സംബന്ധിച്ച CD-യാണ്. ഇതിൽ നിസ്കാരത്തിൻ്റെ രൂപവും ചുരുങ്ങിയ നിലയിൽ ജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞു,
ജുഅലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാത്ത്, എൻ്റെ കണ്ണ് കുളിർമയാകുന്നത്, എനിക്ക് ഏറ്റവും അധികം ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുന്നത് നിസ്കരിക്കുമ്പോഴാണ്. കാരണം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഭിമുഖ സംഭാഷണം നടത്തുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് വിനയത്തോടെ ഹിദായത്ത് നിലനിർത്തി തരുന്നതിനു വേണ്ടി ചോദിക്കുകയും ചെയ്യുന്ന അതിപ്രധാനമായ അമലാണ് നിസ്കാരം. ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും നിയമങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി വിദ്യാഭ്യാസ ബോർഡ് ഇറക്കുന്ന ഈ കാഴ്ച എല്ലാവരും മനസ്സിലാക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു ഇത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഖിമിസ് സ്വലാത്ത തറഫൈ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഓ മനുഷ്യ, 5 സമയങ്ങളിൽ നീ നിസ്കാരം അനുഷ്ഠിക്കുക. നിശ്ചയം നീ ചെയ്യുന്ന നന്മകൾ തിന്മകളെ മാച്ചു കളയുന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരടിമ അള്ളാഹുവിനോട് പാലിക്കേണ്ട മര്യാദകളിൽ, അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള കർമ്മമാണ് നിസ്കാരം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. ആർത്തവമുള്ളപ്പോൾ സ്ത്രീകൾ നിസ്കരിക്കൽ പാടുള്ളതല്ല. പിന്നീട് അത് ഖളാ വീട്ടേണ്ടതും ഇല്ല. പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല. ഭ്രാന്തന്മാർക്ക് നിസ്കാരം നിർബന്ധമില്ല. പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾക്ക് 7 വയസ്സ് പ്രായമെത്തിയാൽ നിസ്കാരം പരിശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് ആ പരിശീലന മേഖലയിൽ കുട്ടി കടന്നു വരുന്നില്ല എങ്കിൽ ശാസിക്കണം. പരുക്കേൽക്കാത്ത രൂപത്തിൽ തല്ലണം. ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അത് ജീവിതത്തിലെ ഒരു ശീലമായി, ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമൊക്കെ ഒരു പ്രകൃതമാകുന്നത് പോലെ നിസ്കാരവും ഒരു മനുഷ്യന്റെ ശീലമായി, ശൈലിയായി മാറണം. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യം നിസ്കാരത്തിന് ലഭിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി കടന്നുവന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്യുന്നു, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും, നിങ്ങളിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുൻഭാഗത്തുള്ള നദിയിൽ കളകളാരവത്തോടെ വെള്ളം ഒഴുകുന്നു. ആ വെള്ളത്തിലിറങ്ങി 5 നേരം അയാൾ കുളിക്കുന്നു. യഗ്തസിലു കുല്ല യൗമിൻ മിൻഹു 5 മറാത്ത്, 5 പ്രാവശ്യം ആ നദിയിൽ ഇറങ്ങി അയാൾ കുളിക്കുന്നു. ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ, 5 നേരം കുളിക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല മാലിന്യവും ബാക്കി നിൽക്കുമോ? ശിഷ്യന്മാർ മറുപടി നൽകി, അയാളുടെ ശരീരത്തിൽ ഒരു മാലിന്യവും അവശേഷിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞു, ഫദാലിക മസലു സ്വലവാത്തിൽ ഹംസ്, ഇതാണ് 5 നിസ്കാരങ്ങളുടെ ഉദാഹരണം. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന്റെ
ശരീരത്തിൽ, അവന്റെ ഹൃദയത്തിൽ, അവന്റെ ജീവിതത്തിൽ കറ ബാക്കി വരികയില്ല. പാപമുക്തമായ ജീവിതം നയിക്കാൻ അയാൾക്ക് കഴിയും. യംഹുല്ലാഹു തആല ബിഹിന്ന അൽ ഖതായ. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഈ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ 5 നിസ്കാരം ഒരാൾ നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിച്ചാൽ എല്ലാ പാപങ്ങളെയും അള്ളാഹു മാച്ചുകളയുന്നതാണ്. സഹോദരന്മാരെ, നിസ്കാരം അത് മറ്റാർക്കോ വേണ്ടി നിർവഹിക്കാതെ നമ്മുടെ വിജയത്തിന് വേണ്ടി, ഭൗതികവും പാരത്രികവുമായ ക്ഷേമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക്, നമ്മുടെ കുട്ടികളുടെ അഭിവൃദ്ധിക്ക്, നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും ചൈതന്യത്തിനും ഉള്ള മാർഗമായി അള്ളാഹു നിശ്ചയിച്ച കർമ്മമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യൻ എല്ലാ മ്ലേച്ഛമായ തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിശ്ചയമായും അയാൾ അകലും. കാരണം നിസ്കാരം തന്നെ അയാളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ അനാവശ്യമായ യാതൊന്നും കടന്നു വരികയില്ല. ധാരാളം പ്രത്യേകതകൾ നിസ്കാരത്തിനുണ്ട്. 5 നേരത്തെ നിസ്കാരം ശ്രദ്ധിച്ചു നോക്കൂ. അത് പ്രാർത്ഥനയാണ്, തസ്ബീഹാണ്, ദിക്റുകളാണ്, അള്ളാഹുവിനെ വാഴ്ത്തലാണ്, അവനെ സ്തുതിക്കലാണ്, അവനോട് സങ്കടം പറയലാണ്, അവന്റെ മുൻപിൽ സ്വകാര്യ ജീവിതത്തെ തുറന്നു വെച്ചു കൊടുക്കലാണ്. മറ്റാരോടും പറയാൻ പറ്റാത്ത, മറ്റാരുടെയെങ്കിലും മുൻപിൽ പറഞ്ഞാൽ പരിഹാരം ലഭിക്കാത്ത 100 പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന മനുഷ്യൻ ഓരോ ദിവസവും നിശ്ചിത സമയങ്ങളിൽ തൻ്റെ ഹൃദയം തുറന്ന് അള്ളാഹുവിന് മുൻപിൽ സങ്കടങ്ങൾ സമർപ്പിക്കുകയാണ്. അതിന് പരിഹാരം അവിടെ നിന്ന് ലഭിക്കുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്, മനുഷ്യ നിന്നെ രക്ഷിക്കാൻ കഴിയും. രക്ഷയ്ക്ക് വേണ്ടി അവൻ നിർദ്ദേശിച്ച മാർഗമാണ് പ്രാർത്ഥന. സ്വർഗത്തിന്റെ താക്കോലാണ് നിസ്കാരം. മനുഷ്യന്റെ ഭൗതിക ജീവിതം കഴിഞ്ഞ് 2ാം ജീവിതത്തിൽ അവൻ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പഴയകാല ജീവിതത്തിലെ ഓരോ ചെയ്തിയും അവിടെ വിലയിരുത്തപ്പെടും. ആദ്യമായി ചോദിക്കപ്പെടുന്നത്, മനുഷ്യ എത്ര നീ നിസ്കരിച്ചു, നീ എന്തുകൊണ്ട് നിസ്കാരം ഉപേക്ഷിച്ചു? ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മഹ്ശറയിൽ, വിചാരണ നാളിൽ ഒരു മനുഷ്യനും ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 1. അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തൽ. 2. മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധി വരുത്തൽ. 3. നഗ്നത മറക്കൽ. 4. സമയബോധം. 5. കിബിലയെ ലക്ഷ്യം വെക്കൽ. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഈ 5 നിബന്ധനകളും പാലിച്ചിരിക്കണം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമുക്ക് പരിചയപ്പെടാം. ആരാധനയുടെ സ്വീകാര്യതയ്ക്ക് ഭംഗം വരുന്ന അശുദ്ധികളിൽ നിന്നും മുക്തനാവുക എന്നതാണ് ശുദ്ധീകരണം. അശുദ്ധികൾ 2 വിധമാണ്: ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്താൻ കുളിച്ചിരിക്കണം. ചെറിയ അശുദ്ധി നീക്കാൻ വുളൂഅ് ചെയ്യുകയാണ് വേണ്ടത്. ചെറിയ അശുദ്ധിയുടെ കാരണങ്ങൾ 4. ആ 4 കാരണങ്ങളിൽ നിന്ന് വല്ലതും ഉണ്ടായാൽ വുളൂഅ് ചെയ്യൽ നിർബന്ധമാണ്. മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുക. വുളു മുറിയുന്ന കാരണങ്ങളിൽ ഒന്ന് അതാണ്. മുൻദ്വാരത്തിൽ കൂടി അല്ലെങ്കിൽ പിൻദ്വാരത്തിൽ കൂടി വല്ലതും പുറപ്പെട്ടാൽ വുളൂഅ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്ദ്രിയം, ശുക്ലം ആണ് പുറപ്പെടുന്നത് എങ്കിൽ വുളൂഅ് മതിയാവുകയില്ല. നിസ്കരിക്കണമെങ്കിൽ അവൻ കുളിക്കുക തന്നെ വേണ്ടതാണ്. വുളു മുറിയുന്ന കാരണങ്ങളിൽ 2ാമത്തേത് ബോധം നഷ്ടപ്പെടൽ. അത് ഉറക്കം കൊണ്ടോ ബോധക്ഷയം കൊണ്ടോ ലഹരി കൊണ്ടോ
ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ വുളു മുറിയും. മറ്റൊന്ന്, ഒരാൾ തന്റെ ഗുഹ്യസ്ഥാനം കൈകൊണ്ട് സ്പർശിച്ചാൽ വുളു മുറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ അഫ്ളാ അഹദുക്കും ബിയദിഹി ഇലാ ഫർജിഹി വലൈസ ബൈനഹുമാ ശത്റുൻ വലാ ഹിജാബുൻ ഫല്യതഫല്ലൽ. ആരെങ്കിലും ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ മറയില്ലാതെയാണ് എങ്കിൽ വുളു നിർബന്ധമാണ്. എന്നാൽ മറ്റൊരാളുടെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ സ്പർശിക്കുന്നവന്റെ വുളു മുറിയുന്നതും സ്പർശിക്കപ്പെടുന്നവന്റെ വുളു മുറിയുന്നതല്ല. വുളു മുറിയുന്ന കാരണങ്ങളിൽ നാലാമത്തേത്, അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഭർത്താവും ഭാര്യയും തമ്മിൽ സ്പർശിച്ചാൽ, അവരുടെ തൊലി തമ്മിൽ ചേർന്നാൽ വുളു മുറിയുമോ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഔ ലാമസ്തുമുൻ നിസാഅ, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സ്പർശനമുണ്ടായാൽ വുളു നിർബന്ധമാണ്. വിശുദ്ധ ഖുർആന്റെ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചു, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്പർശനമുണ്ടായാൽ വുളു മുറിയും. എന്നാൽ ഭാര്യ ഭർത്താക്കൾ അല്ലാത്ത അന്യ ആളുകൾ തമ്മിൽ സ്പർശിക്കുന്നത് കൊണ്ടോ തീർച്ചയായും വുളു മുറിയും. സ്വന്തം ഉമ്മയെ സ്പർശിച്ചാൽ, മകളെ സ്പർശിച്ചാൽ, അല്ലെങ്കിൽ സഹോദരിയെ തൊട്ടാൽ വുളു മുറിയുന്നതല്ല. ശുദ്ധി വരുത്താൻ കഴിവുള്ള വെള്ളം കൊണ്ടാണ് വുളു ചെയ്യേണ്ടത്. അതിന് തഹൂറായ വെള്ളം എന്ന് പറയുന്നു. തഹൂറായ വെള്ളം കൊണ്ട് മാത്രമേ വുളു ചെയ്യാൻ പാടുള്ളൂ. ആ വുളു മാത്രമേ സ്വഹീഹാവുകയുള്ളൂ. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും അതാണ് തഹൂറായ വെള്ളം. അപ്പോൾ സോഡ, ഇളനീർ, ഇങ്ങനെ പല വെള്ളങ്ങളും നാം കുടിക്കാറുണ്ട്. അത്തരം വസ്തുക്കൾ ശുദ്ധിയുള്ളതാണെങ്കിലും മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അതുകൊണ്ടൊന്നും വുളു ചെയ്യാൻ പാടുള്ളതല്ല, വുളു സഹീഹാകുന്നതുമല്ല. മാലിന്യം കലർന്ന വെള്ളവും ഇതുപോലെയാണ്. അവയവത്തിൽ നിന്ന് ഇറ്റി വീണ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. മുസ്തഅമലായ വെള്ളം എന്നാണ് സാങ്കേതികമായി അതിന് പറയുക. പൈപ്പിൽ നിന്നും മറ്റും വുളു എടുക്കുമ്പോൾ ആ സമയത്തൊക്കെ നാം ശ്രദ്ധിക്കണം. ഒരു തവണ വുളുവിന്റെ അവയവങ്ങളിൽ ഉപയോഗിച്ച വെള്ളം, ആ വെള്ളം മറ്റൊരു അവയവത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, മറ്റൊരു ഫർളിൽ ഉപയോഗിക്കാൻ പാടില്ല. വുളുഇന്റെ ഷർത്തുകൾ: 1. ശുദ്ധജലം ഉപയോഗിക്കുക. 2. കഴുകേണ്ട അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. 3. വെള്ളത്തിന്റെ ഗുണം നഷ്ടപ്പെടുത്തുന്ന സോപ്പ്, കളറുകൾ തുടങ്ങിയവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4. വെള്ളം തൊലിയിലേക്ക് എത്തുന്നതിനെ തടയുന്ന മെഴുക് തുടങ്ങിയവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5. നിത്യ അശുദ്ധിയുള്ളവർ നിസ്കാര സമയം ആയ ശേഷം മാത്രം വുളു എടുക്കുക. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. വുളു ആരംഭിക്കുന്നു. വുളുഇന്റെ സുന്നത്തുകൾ നിർവഹിക്കുന്നു എന്ന് കരുതുന്നു. نويت سنن الوضوء. തുടർന്ന് ഈ ദിക്റുകൾ ചൊല്ലണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. الحمد لله الذي جعل الماء طهورا. മുൻകൈ
3 പ്രാവശ്യം കഴുകുന്നു. പല്ലുതേക്കൽ വുളുഇന്റെ സുന്നത്താണ്. വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നത് ഇങ്ങനെയാണ്. തുടർന്ന് മുഖം കഴുകൽ ആരംഭിക്കുന്നു. അതിനോടനുബന്ധിച്ച് നിയ്യത്ത് ചെയ്യുന്നു. നവൈതു ഫർളൽ വുളൂഇ, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. നിയ്യത്ത് ഇല്ലാതെ വുളൂ ചെയ്യാൻ പാടില്ല. ഏതൊരു കർമ്മമാകട്ടെ ആ കർമ്മത്തിന്റെ സ്വീകാര്യതയ്ക്ക് നിയ്യത്ത് അനിവാര്യമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ ഈ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മറ്റു പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ആരാധന വേറിട്ട് നിൽക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തോട് ചേർന്നുകൊണ്ട് തന്നെ നിയ്യത്ത് ഉണ്ടാകേണ്ടതാണ്. നിയ്യത്ത് ചെയ്ത ഉടനെ മുഖം 3 പ്രാവശ്യം കഴുകുന്നു. വുളൂ എടുക്കുന്നതിനിടയിൽ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. തലമുടി മുളക്കുന്ന ഭാഗം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെ, ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, ഈ 4 അതിർത്തികൾക്കുള്ളിൽ ഉള്ള ഭാഗമാണ് മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണിന്റെ ഉൾഭാഗം, തിങ്ങിയ താടിയുടെ ഉൾവശം എന്നിവ കഴുകൽ നിർബന്ധമില്ല. മുഖത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങൾ കഴുകി എന്ന് ഉറപ്പുവരുത്താൻ അതിർത്തിയിൽ നിന്ന് അല്പം പുറത്തേക്ക് കൂടി കഴുകൽ വ്യാപിപ്പിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ മുഖം പൂർണ്ണമായി കഴുകി എന്ന് വുളൂ ചെയ്യുന്നവന് ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. താടിയുടെ ഉൾവശത്ത് ഇങ്ങനെ വെള്ളം എത്തിക്കാം. 2 കൈകൾ മുട്ട് ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുന്നു. ആദ്യം വലത് കൈ 3 പ്രാവശ്യം കഴുകണം. പിന്നീടാണ് ഇടത് കൈ കഴുകേണ്ടത്. മോതിരത്തിന്റെ താഴെ വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇങ്ങനെ ചെയ്യണം. إن أمتي يدعون يوم القيامة غرا محجلين من آثار الوضوء فمن استطاع منكم أن يطيل غرته وتحجيله فليفعل. മുഖത്തെ സംബന്ധിച്ച് നാം പരാമർശിച്ചതുപോലെ 2 കൈകൾ കഴുകി എന്ന് ഉറപ്പു വരുത്തുന്നതിന് കൈമുട്ടിന്റെ മുകളിലേക്ക് കൂടി കഴുകൽ വ്യാപിപ്പിക്കേണ്ടതാണ്. വുളുവിന്റെ അവയവങ്ങളിൽ വെള്ളം ഒലിച്ചിറങ്ങണം. തടകിയാൽ പോരാ എന്നർത്ഥം. തല 3 പ്രാവശ്യം തടവുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവരിച്ചിട്ടുള്ളത് തലയിൽ നിന്ന് അല്പം മാത്രം തടകിയാൽ മതി. തല മുഴുവൻ തടകുക എന്നതാണ് ഏറ്റവും പുണ്യമുള്ളത്. തല തടവുന്നതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അബ്ദുല്ലാഹിബ്നു സയ്യിദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ എടുക്കുമ്പോൾ തലക്ക് വേണ്ടി എടുത്തതല്ലാത്ത വെള്ളം ചെവിക്ക് വേണ്ടി എടുക്കുന്നത് ഞാൻ കണ്ടു. ചെവി 3 തവണ തടവുന്നു. 2 ചെവികളും ഒപ്പം തടവേണ്ടതാണ്. തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറവും ചൂണ്ടുവിരൽ കൊണ്ട് ഉൾവശവും ഇങ്ങനെ തടവണം. 2 കാലുകളും
ഞെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുന്നു. ആദ്യം വലതുകാൽ, പിന്നീട് ഇടതുകാൽ. കാൽ വിരലുകളുടെ ഇട, മടമ്പ് തുടങ്ങിയവ ശ്രദ്ധിച്ചു കഴുകേണ്ടതാണ്. കണങ്കാലിലേക്ക് അല്പം കയറ്റി കഴുകണം. വുളുഇന് ശേഷം ഇപ്രകാരം നിന്ന് ദുആ ചെയ്യണം. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. വുളുഇന്റെ ഫർളുകൾ: 1. നിയ്യത്ത് ചെയ്യൽ. 2. മുഖം കഴുകൽ. 3. 2 കൈ മുട്ട് ഉൾപ്പെടെ കഴുകൽ. 4. തല അല്പം തടവൽ. 5. കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. 6. മേൽപ്പറഞ്ഞവ ക്രമത്തിൽ നിർവഹിക്കൽ. വുളുഇന്റെ ചില പ്രധാന സുന്നത്തുകൾ: ഖിബിലക്ക് മുന്നിടുക, തുടക്കത്തിൽ ബിസ്മിയും ദിക്റുകളും ചൊല്ലുക, മുൻകൈ കഴുകുക, പല്ലു തേക്കുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക, തല മുഴുവൻ തടവുക, ചെവി തടവുക, അവയവങ്ങൾ തേച്ചു കഴുകുക, കഴുകലും തടവലും 3 പ്രാവശ്യം ചെയ്യുക, അവസാനം ദുആ ചെയ്യുക. വുളുവിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിയ്യത്ത് ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. വുളുവിൽ പ്രവേശിക്കുന്നത് മുതൽ വുളുവിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത് വരെ മനസ്സിൽ നിയ്യത്ത് ഉണ്ടാകേണ്ടതാണ്. തുടക്കത്തിൽ നിയ്യത്ത് ചെയ്യുമ്പോൾ നാവ് കൊണ്ട് ഉച്ചരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരവയവം കഴുകിയ ഉടനെ തൊട്ടടുത്ത അവയവം കഴുകുക, മുവാലാത്ത് എന്നാണ് ഇതിന് പറയുക. ഇത് സുന്നത്താണ്. ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് കാണുകയാണെങ്കിൽ വുളുവിന്റെ സുന്നത്തുകൾ എല്ലാം എടുക്കേണ്ടതില്ല. മറിച്ച് വുളുവിന്റെ സുന്നത്തുകൾ ഒഴിവാക്കി ജമാഅത്തിന്റെ മഹത്വം ലഭിക്കുവാൻ വേണ്ടി വുളു പെട്ടെന്ന് ചെയ്യുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളത്തിന് ക്ഷാമമുള്ള സന്ദർഭങ്ങളിൽ ഫർളായ ഭാഗങ്ങൾ മാത്രം കഴുകിയാണ് വുളു ചെയ്യേണ്ടത്. വുളുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ട് വുളു ചെയ്യുമ്പോൾ പരമാവധി 3 തവണ മാത്രമേ ഓരോ അവയവവും കഴുകാൻ പാടുള്ളൂ. അമിതമായി വെള്ളം ഉപയോഗിക്കുക എന്നത് തീരെ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ കുന്ത അലാ ശഖ്തിൽ ബഹർ, നീ കടലിന്റെ തീരത്തായാൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. രോഗം കാരണമോ ജലക്ഷാമം കൊണ്ടോ വെള്ളം ഉപയോഗിക്കുക സാധ്യമല്ലെങ്കിൽ വുളുഇനും കുളിക്കും പകരം തയമ്മും ചെയ്യാവുന്നതാണ്. തയമ്മുമിന്റെ രൂപം നമുക്ക് പഠിക്കാം. നിസ്കാര സമയം ആയ ശേഷം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നു കരുതി ശുദ്ധിയുള്ള പൊടിമണ്ണ് മുൻകൈ കൊണ്ട് 1 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുത്ത് മുഖത്ത് തടവുക. രണ്ടാമതും അടിച്ചെടുത്ത് കൈകൾ തടവുക. തടവുന്ന രൂപം നന്നായി ശ്രദ്ധിച്ചുവല്ലോ. ഇങ്ങനെ ചെയ്യുന്നതാണ് തയമ്മും. ഒരു തയമ്മും കൊണ്ട് 1 ഫർള് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ.
വെള്ളം ഉപയോഗിക്കാനുള്ള തടസ്സം ഒരു അവയവത്തിൽ മാത്രമേ ഉള്ളൂവെങ്കിൽ മറ്റു ഭാഗങ്ങൾ കഴുകുകയും മുറിവിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണ്ടതാണ്. നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്ത് മാലിന്യം നീക്കം ചെയ്യുക എന്നതാണ്. മലം, മൂത്രം എന്നിവയിൽ നിന്ന് ശുദ്ധി വരുത്തിയതിന് ശേഷമായിരിക്കണം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത്. ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ മാലിന്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. നിന്നുമൂത്രിക്കുന്നവർ, ഇറുകിയ ജീൻസ് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർ, നിലത്ത് ഇഴയുന്ന വസ്ത്രം ധരിക്കുന്നവർ, ഇവരൊക്കെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. مر النبي صلى الله عليه وسلم بحائط من حيطان المدينة أو مكة فسمع صوت إنسانين يعذبان في قبورهما فقال النبي صلى الله عليه وسلم يعذبان في قبورهما ثم قال بلى فما يعذبان في كبير كان أحدهما لا يستتر من بوله. നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഷർത്ത്, നിബന്ധന, നഗ്നത മറക്കുക എന്നതാണ്. പുരുഷന്മാർ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗമാണ് നിസ്കാരത്തിൽ നിർബന്ധമായും മറക്കേണ്ടത്. സ്ത്രീകൾ അവരുടെ കാൽ ഉൾപ്പെടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറക്കണം. മുഖവും മുൻകൈയും മറക്കേണ്ടതില്ല. പുരുഷന്മാർ നിസ്കരിക്കുമ്പോൾ തല മറക്കൽ പ്രത്യേകം സുന്നത്താണ്. പിരടിയും ചുമലും മറക്കുന്ന വസ്ത്രം ധരിക്കലും സുന്നത്താണ്. നിസ്കാരത്തിനും അല്ലാത്ത സമയത്തും എരിയാണിക്ക് താഴെ തുണിയോ പാന്റോ വലിച്ചിഴക്കാൻ പാടുള്ളതല്ല. നിസ്കരിക്കുമ്പോൾ തുണി ഉടുക്കുന്നതും പാൻസ് ധരിക്കുന്നതും പൊക്കിൾ മറച്ചുകൊണ്ടായിരിക്കണം. മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചുകൊണ്ടല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹല്ല എന്ന കാര്യം വളരെ ഗൗരവത്തോടെ യുവാക്കൾ മനസ്സിലാക്കിയേ പറ്റൂ. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇഷാഹ്, സുബ്ഹ് എന്നീ നിസ്കാരങ്ങൾക്ക് നിശ്ചിത സമയമുണ്ട്. പ്രസ്തുത സമയക്രമം പാലിക്കലാണ് നിസ്കാരത്തിന്റെ നാലാമത്തെ ഷർത്ത്. സമയത്തിന്റെ തുടക്കത്തിൽ തന്നെ നിസ്കാരം നിർവഹിക്കലാണ് ഉത്തമം. അകാരണമായി അവസാന സമയത്തേക്ക് മാറ്റിവെക്കൽ ഉചിതമല്ല. ഖിബിലക്ക് മുന്നിടലാണ് നിസ്കാരത്തിന്റെ അഞ്ചാമത്തെ ഷർത്ത്. നിസ്കരിക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്? നിസ്കാരത്തിന് പ്രത്യേക ദിശയുണ്ട്. ഖിബില, ഫവല്ലു വുജൂഹക്കും ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക്, കഅബയുടെ ദിശയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുക. നിസ്കരിക്കുമ്പോൾ തിരിയേണ്ടത് ഖിബിലയുടെ ഭാഗത്തേക്കാണ്. അത് നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ആദ്യമായി നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം ശ്രദ്ധിച്ച് നമുക്ക് വിശദ പഠനത്തിലേക്ക് കടക്കാം. ഖിബിലക്ക് അഭിമുഖമായി നിന്ന് ബാങ്കും ഇഖാമത്തും പതുക്കെ കൊടുക്കണം. ജമാഅത്ത് നിസ്കാരത്തിൽ ബാങ്കും ഇഖാമത്തും ഉച്ചത്തിൽ കൊടുക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. اللهم صل على سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة
وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله أكبر الله أكبر. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. هيا على الصلاة هيا على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
رسولك سيدنا محمد وعلى آل سيدنا ومولانا أرحم الراحمين. ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർത്ത് സുജൂദിന്റെ സ്ഥലത്ത് ദൃഷ്ടി കേന്ദ്രീകരിച്ച് നിയ്യത്ത് ചെയ്യുന്നു. ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് യഥാസമയത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض الظهر 4 ركعات متوجها إلى القبلة أداء لله تعالى. അസുർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض العصر 4 ركعات متوجها إلى القبلة أداء لله تعالى. മഗ്രിബ് എന്ന ഫർള് നിസ്കാരം 3 റക്അത്തായി കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض المغرب 3 ركعات متوجها إلى القبلة أداء لله تعالى. ഇഷാ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض العشاء 4 ركعات متوجها إلى القبلة أداء لله تعالى. സുബ്ഹ് എന്ന ഫർള് നിസ്കാരം 2 റക്അത്തായി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض الصبح 2 ركعتين متوجها إلى القبلة أداء لله تعالى. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്ത് ചെയ്യുമ്പോൾ 3 ഘടകങ്ങളാണ് പ്രധാനമായി അതിൽ ഉൾപ്പെടുത്തേണ്ടത്. നിസ്കാരമാണ് ഞാൻ നിർവഹിക്കുന്നത്, ഇത് നിർബന്ധമുള്ളതാണ്, ഈ നിസ്കാരം ഇന്ന നിസ്കാരമാണ്. ഈ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഖിബ്ലയുടെ ഭാഗത്തേക്കാണ് ഞാൻ തിരിയുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്, ഇത്ര റക്അത്താണ് ഞാൻ നിസ്കരിക്കുന്നത്. ഈ ഘടകങ്ങൾ നിയ്യത്തിൽ ചേർക്കുന്നത് ഉത്തമമാണ്. ആദ്യം പറഞ്ഞ 3 ഉൾപ്പെടുത്തിയാൽ മാത്രമേ അത് നിയ്യത്ത് ആവുകയുള്ളൂ. തിരക്കുള്ള സന്ദർഭങ്ങളിൽ ജമാഅത്ത് ലഭിക്കുമോ ഇല്ലേ എന്ന ആശങ്ക ഉണ്ടാകുമ്പോൾ നിയ്യത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നിയ്യത്ത് ചെയ്യേണ്ടതാണ്. നിസ്കരിക്കുന്നവന്റെ മുൻഭാഗത്ത് 3 മുഴം അകലത്തിൽ മറയുണ്ടാവണം. തക്ബീറോടുകൂടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് വലിയവൻ. കൈകൾ ഇങ്ങനെ ഉയർത്തി നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ വെച്ച് വലതു കൈകൊണ്ട് ഇടതു കൈയുടെ മണിബന്ധം പിടിക്കണം. عن وائل بن هجر رضي الله عنه أنه قال صليت مع النبي صلى الله عليه وسلم فوضع يده اليمنى على يده اليسرى تحت صدره. തുടർന്ന് ദുആഉൽ ഇഫ്തിതാഹ് ഓതുന്നു. വാചകങ്ങൾ ഇങ്ങനെ ശ്രവിക്കാം. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. സത്യവിശ്വാസിയും അനുസരണയുള്ളവനുമായി ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ മുഖം തിരിക്കുന്നു. ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. എൻ്റെ നിസ്കാരവും മറ്റ് ആരാധനകളും എൻ്റെ ജീവിതവും മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന് യാതൊരു കൂട്ടുകാരനുമില്ല.
അതുകൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവനാണ്. ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. തുടർന്ന് ഒരു സൂറത്ത് ഓതേണ്ടതാണ്. സുബ്ഹ്, മഗ്രിബ്, ഇശ എന്നീ നിസ്കാരങ്ങളിൽ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഫാത്തിഹയും സൂറത്തും ഉച്ചത്തിൽ ഓതണം. ജുമുഅയിലും പെരുന്നാൾ നിസ്കാരങ്ങളിലും ഇമാം ഉച്ചത്തിലാണ് ഓതേണ്ടത്. വജ്ജഹ്തു, അഊദു എന്നിവയും തക്ബീറുകളും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഉച്ചത്തിൽ ഓതാൻ പാടില്ല. ഫാത്തിഹ നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫാത്തിഹ ഓതാതെ നിസ്കാരമാവുകയില്ല. ഫാത്തിഹയുടെ ഓരോ അക്ഷരവും അതിൻ്റെ ശദ്ദും മദ്ദും എല്ലാം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പാരായണം ചെയ്യേണ്ടതാണ്. ഫാത്തിഹ സഹീഹാകാതെ പോയാൽ നിസ്കാരം സഹീഹാകുന്നതല്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകുന്നു. അല്ലാഹു അക്ബർ. പോകുമ്പോൾ കൈ ഉയർത്തേണ്ട വിധം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. അത്യുന്നതനായ രക്ഷിതാവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. നട്ടെല്ലു വളയാതെ മുതുകും തലയും നേർരേഖയിൽ വരത്തക്കവണ്ണം രണ്ട് കൈകൾ കാൽമുട്ടിൽ ഊന്നി നിൽക്കുന്നു. കൈകളും കാലുകളും മടങ്ങാൻ പാടുള്ളതല്ല. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ്. അള്ളാഹുവിനെ സ്തുതിച്ചവർക്ക് അവൻ കേട്ടുത്തരം പറയട്ടെ. ഇപ്പോൾ നാം ഇഴ്ത്തിദാലിൽ പ്രവേശിച്ചിരിക്കുന്നു. കൈകൾ അനക്കാതെ അല്പസമയം നിശ്ചലമായി നിൽക്കുക, ഇതാണ് ഇഴ്ത്തിദാൽ. ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. ഞങ്ങളുടെ രക്ഷിതാവേ, സർവസ്തുതിയും നിനക്കാണ്. ആകാശങ്ങൾ നിറയെയും ഭൂമി നിറയെയും ശേഷം നീ ഉദ്ദേശിച്ച വസ്തുക്കൾ മുഴുക്കയും. നിസ്കാരത്തിൽ 6 സ്ഥലങ്ങളിൽ ഹ്രസ്വമായ നിശബ്ദത പാലിക്കൽ സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും വജ്ജഹത്തുവിന്റെയും ഇടയിൽ അല്പം അടങ്ങൽ സുന്നത്താണ്. വജ്ജഹത്തു എന്ന പ്രാർത്ഥനയുടെയും പിന്നീട് ഫാത്തിഹയുടെ ഭാഗമായി തുടങ്ങാൻ പോകുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഭാഗത്തിന്റെയും ഇടയിൽ, അഊദുവിന്റെയും ബിസ്മിയുടെയും ഇടയിലും ഫാത്തിഹ സൂറത്ത് അതിന്റെ 7ാമത്തെ ആയത്ത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ആ ഭാഗം പൂർത്തിയായ ശേഷം ആമീൻ ചൊല്ലുന്നതിന് മുൻപായി ഹ്രസ്വമായ നിശബ്ദത സുന്നത്താണ്. ആമീന്റെയും സൂറത്തിന്റെയും ഇടയിൽ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം റുക്കൂയിലേക്ക് പോകുമ്പോൾ ചൊല്ലുന്ന അല്ലാഹു അക്ബർ, ആ അല്ലാഹു അക്ബറിന്റെയും സൂറത്ത് കഴിഞ്ഞ ഉടനെ ഉള്ള സമയത്തിന്റെയും ഇടയിൽ ഹ്രസ്വമായ നിശബ്ദത സുന്നത്താണ്. 2 കൈകൾ ചുമലിനു നേരെ ഉയർത്തേണ്ട സന്ദർഭങ്ങൾ 4. 1 തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് 2 കൈകൾ ചുമലിനു നേരെ ഉയർത്തൽ സുന്നത്താണ്. നൃത്തത്തിൽ നിന്ന് റുക്കൂയിലേക്ക് പോകുമ്പോൾ 2 കൈ ചുമലിനു നേരെ ഉയർത്തൽ സുന്നത്താണ്.
റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ രണ്ടു കൈ ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. ഒന്നാമത്തെ അത്തഹിയ്യാത്തുവിന് ശേഷം മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ രണ്ടു കൈ ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. സുജൂദ് ചെയ്യുന്നു. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ടുകൾ, പിന്നെ കൈകൾ, നെറ്റി എന്നീ ക്രമം പാലിച്ച് നിലത്ത് വെക്കേണ്ടതാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. സുജൂദിൽ പുരുഷന്മാർ കൈകൾ രണ്ട് വശങ്ങളിൽ നിന്നും അകറ്റിവെക്കണം. സ്ത്രീകൾ കൈകൾ വശങ്ങളോട് ചേർത്തി വെക്കണം. നിസ്കാരത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഭാഗമാണ് സുജൂദ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സന്ദർഭം സുജൂദാണ്. സുജൂദിൽ 7 അവയവങ്ങൾ നിലത്ത് ചേർത്തി വെക്കൽ നിർബന്ധമാണ്. മൂക്ക് കൂടി ചേർത്തി വെക്കൽ സുന്നത്താണ്. 2 കാൽവിരലുകളുടെ പള്ള, 2 കാൽമുട്ടുകൾ, 2 കൈവെള്ളകൾ, നെറ്റി, ഈ 7 അവയവങ്ങൾ നിലത്ത് ചേർത്തി വെക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം സുജൂദ് സഹിഹാകുന്നതല്ല. സുജൂദ് ചെയ്യുമ്പോൾ 2 കാൽവിരലുകളുടെ പള്ളഭാഗം നിലത്ത് ചേർത്തി വെക്കൽ നിർബന്ധമാണ്. എല്ലാ വിരലുകളുടെയും പള്ള ചേർത്തി വെക്കാൻ പ്രയാസമാണ് എങ്കിൽ ഏതെങ്കിലും ഒരു വിരലിന്റെ എങ്കിലും പള്ള ചേർത്തി വെക്കൽ നിർബന്ധമാണ്. അല്ലാഹു അക്ബർ. സുജൂദുകൾക്കിടയിൽ ഇരിക്കേണ്ട വിധം ശ്രദ്ധിക്കുക. റബ്ബി ഇഗ്ഫിർ ലീ വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇങ്ങനെ ഇരിക്കുന്നതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നു. 1-3 റക്അത്തുകളിലെ സുജൂദുകൾക്ക് ശേഷം അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്പം ഇരിക്കൽ സുന്നത്താണ്. ഇതിന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നു. 2 റക്അത്ത് പൂർത്തിയായ ശേഷം തശഹുദ് അത്തഹിയാത്ത് ഓതണം. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. 2-ലധികം റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ തശഹുദും സ്വലാത്തും ചൊല്ലിയാൽ മതി. വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലാൻ പാടില്ല. التحيات المباركات الصلوات الطيبات لله. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل على سيدنا محمد. എല്ലാ തിരുമുൾ കാഴ്ചകളും ബറക്കത്തുകളും നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹുവിനാകുന്നു. നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്കും അവൻ്റെ രക്ഷയുണ്ടാവട്ടെ. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. ഇവിടെ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുമ്പോൾ വലത് ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തണം. അപ്പോൾ ദൃഷ്ടികൾ വിരലിൽ കേന്ദ്രീകരിക്കുക. തുടർന്ന് കൈ ഉയർത്തി അല്ലാഹു അക്ബർ ചൊല്ലി 3-ാം റക്അത്തിലേക്ക് പ്രവേശിക്കുന്നു. ബാക്കിയുള്ള റക്അത്തുകൾ പൂർത്തീകരിക്കുന്നു.
അവസാനമായി അത്തഹിയ്യാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും ദുആയും നിർവഹിക്കുന്നു. അവസാനത്തെ അത്തഹിയ്യാത്തിന് തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്നതിനാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. التحيات المباركات الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم صل على سيدنا محمد. അത്തഹിയ്യാത്തിനിരിക്കുമ്പോൾ 2 കൈകളും തുടയിൽ കാൽമുട്ടിനടുത്ത് വെക്കണം. ഇടതുകൈ നിവർത്തി വെക്കുകയും വലതുകൈ പൂട്ടിപ്പിടിക്കുകയും വേണം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം വർഷിച്ചതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണമേ. തീർച്ചയായും നീ സ്തുത്യർഹനും പദവിയുള്ളവനുമാകുന്നു. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അല്ലാഹുവേ, ഞാൻ നേരത്തെ ചെയ്തതും പിന്നീട് ചെയ്തതും രഹസ്യമായും പരസ്യമായും ചെയ്തതും അമിതമായി ചെയ്തതുമായ പാപങ്ങളെ നീ എനിക്ക് മാപ്പ് നൽകണമേ. അവയെപ്പറ്റി എന്നെക്കാൾ കൂടുതലായി നീ അറിയുന്ന എൻ്റെ ഓരോ പാപത്തിനും നീ മാപ്പ് നൽകണമേ. നീയാണ് മുന്തിക്കുന്നവൻ, നീയാണ് പിന്തിക്കുന്നവൻ, നീയല്ലാതെ ഇലാഹില്ല. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നരകശിക്ഷയിൽ നിന്നും ജീവിത മരണത്തിൻ്റെ ഫിത്നകളിൽ നിന്നും മസീഹുദ്ദജാലിൻ്റെ ഫിത്നകളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഇപ്രകാരമാണ് സലാം വീട്ടേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുടർന്ന് ദിക്റുകൾ ചൊല്ലി പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും 33 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. مسلمين وألحقنا بالصالحين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നിസ്കാരത്തിന്റെ ഫർളുകൾ: 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ, 4 ഫാത്തിഹ ഓതൽ, 5 റുകൂഅ്, 6 ഇഅ്തിദാൽ, 7 സുജൂദ്, 8 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ, 9 നിസ്കാരത്തിന്റെ ഓരോ ഘട്ടത്തിലും നിശ്ചലമായി അനങ്ങാതെ നിൽക്കൽ, 10 അവസാനത്തെ അത്തഹിയാത്ത്, 11 അവസാനത്തെ അത്തഹിയാത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, 12 സ്വലാത്തിനും അവസാനത്തെ അത്തഹിയാത്തിനും വേണ്ടി ഇരിക്കൽ, 13 ആദ്യത്തെ സലാം വീട്ടൽ,
14 ഈ ക്രമം പാലിച്ചുകൊണ്ട് ചെയ്യൽ. അബ്ഹാദ് സുന്നത്തുകൾ: ആദ്യത്തെ അത്തഹിയാത്ത്. അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, സ്വലാത്തിനു വേണ്ടിയും അത്തഹിയാത്തിനു വേണ്ടിയും ഇരിക്കൽ, അവസാനത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം നബി കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലൽ, ഖുനൂത്ത് ഓതൽ, ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലൽ, അവയ്ക്കു വേണ്ടി നിൽക്കൽ. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ദിക്റുകളും സുന്നത്തുകളാണ്. സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരത്തിലെ 2-ാം റക്അത്തിലെ റുകൂഇൽ നിന്നും തല ഉയർത്തിയാൽ 2 കൈ ഉയർത്തി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഖുനൂത്ത് ഇപ്രകാരം ശ്രവിക്കാം. اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت وقنا شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت نستغفرك ونتوب إليك وصلى الله على خير خلقه سيدنا محمد النبي الأمي وآله وصحبه وسلم رب اغفر وارحم وأنت خير الراحمين. നിസ്കാരത്തിൽ വല്ല പിഴവുകളും സംഭവിച്ചാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പാണ് അത് ചെയ്യേണ്ടത്. അബ്ഹാദ് സുന്നത്തിനെ ഉപേക്ഷിക്കൽ, നിസ്കാരം നിഷ്ഫലമാക്കുന്ന വല്ല പ്രവർത്തനങ്ങളും സംഭവിക്കൽ, റക്അത്തോ സുജൂദോ മറ്റോ അധികമായി എന്ന് സംശയിക്കൽ എന്നിവ സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ ചിലതാണ്. നിസ്കാരത്തെ മുറിക്കാൻ കരുതുക, മുറിക്കണമോ എന്ന് സംശയിക്കുക, തല ചൊറിയൽ തുടങ്ങിയ പ്രവൃത്തികൾ തുടർച്ചയായി 3 പ്രാവശ്യം അനങ്ങുന്ന വിധത്തിൽ ചെയ്യുക, ഫർളിനെ സുന്നത്താണെന്ന് കരുതുക, ഷർത്തിന് തകരാറുപറ്റുക, ഫർള് അധികമാവുക, ഫർളിനെ ഉപേക്ഷിക്കുക, വല്ലതും ഭക്ഷിക്കുക എന്നിവ നിസ്കാരത്തെ നിഷ്ഫലമാക്കുന്ന പ്രവർത്തികളിൽ ചിലതാണ്. ജമാഅത്ത് നിസ്കാരം ഒരു ഹ്രസ്വവീക്ഷണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി27 ദറജ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതുമായി തട്ടിച്ചു നോക്കുമ്പോൾ സംഘടിത നിസ്കാരത്തിന് 27 പദവികളുണ്ട്. ഈ വലിയ പ്രതിഫലമാണ് ജമാഅത്ത് വഴി ലഭിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്രാമത്തിലോ ഒരു നാട്ടിൻ പ്രദേശത്തോ ഒരു പട്ടണത്തിലോ 3 വ്യക്തികൾ ഉണ്ടായിട്ട് അവിടെ ജമാഅത്ത് നടക്കുന്നില്ല എങ്കിൽ ആ പ്രദേശത്ത് പിശാചിന്റെ ആധിപത്യം ഉണ്ടായിരിക്കുമെന്ന് അഹ്മദ്, അബൂദാവൂദ്, നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് വചനത്തിൽ കാണുന്നു. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം നിയ്യത്ത് ചെയ്യണം. ഈ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഇമാമിനോടൊപ്പമാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് കരുതൽ അത്യാവശ്യമാണ്. ജുമഅ നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമുമെല്ലാം ജമാഅത്ത് കരുതൽ അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഓരോ പ്രവർത്തനവും ഇമാം തുടങ്ങിയതിന് ശേഷമായിരിക്കണം മഅ്മൂം തുടങ്ങേണ്ടത്.
الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. ബാക്കിയുള്ള റക്അത്തുകൾ പൂർത്തീകരിക്കുന്നു. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. لنا ولوالدينا ولأساتذتنا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാം പ്രവേശിച്ച ഉടനെ ഇമാമിനോടൊപ്പം തുടരുകയും പൂർണ്ണമായി ഇമാമിനെ പിന്തുടരുകയും ചെയ്താൽ ആ ജമാഅത്ത് സമ്പൂർണ്ണ പ്രതിഫലമുള്ളതായി മാറുന്നു. ഇമാം നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് മഅ്മൂം കടന്നു വരുന്നത് എങ്കിൽ, ഇമാം റുകൂഇലേക്ക് പോകുന്നു എങ്കിൽ അവിടെ മഅ്മൂം ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കരുത്, റുകൂഇലേക്ക് പോവുകയാണ് വേണ്ടത്. ഇമാമിനോടൊപ്പം മഅ്മൂമിന് റുകൂഇ ലഭിച്ചാൽ ആ റക്അത്ത് അവന് ലഭിച്ചു കഴിഞ്ഞു. മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക റക്അ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജമാഅത്തായി നിസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇമാമിനോടൊപ്പം റുകൂഅ് ഒരാൾക്ക് ലഭിച്ചാൽ അവന് റക്അത്ത് ലഭിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജമാഅത്ത് നിസ്കാരം നടക്കുന്നതിനിടയിൽ വരുന്നയാൾ ഇപ്രകാരം ചെയ്യുക: ജമാഅത്ത് നിസ്കാരത്തിൽ
ഈ സന്ദർഭത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നയാളെ പിറകോട്ട് വലിക്കാൻ പാടില്ല. പകരം ഇങ്ങനെ ചെയ്യുക: صراط الذين أنعمت عليهم غير المغضوب عليهم ولا സുന്നത്ത് നിസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായതാണ് 2 പെരുന്നാൾ നിസ്കാരങ്ങൾ. അല്ലാഹു അക്ബർ. സാധാരണയിൽ നിന്നും അല്പം ചില വ്യത്യാസങ്ങൾ ഈ നിസ്കാരത്തിനുണ്ട്. അത് ഇങ്ങനെ കാണാം: അല്ലാഹു അക്ബർ. 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫർളിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം ശ്രേഷ്ഠമായ സുന്നത്തുകളാണ്. സുബഹിന് മുമ്പ് 2, ളുഹറിന് മുമ്പും ശേഷവും 2 വീതം, മഗ്രിബ്, ഇശാ എന്നിവയ്ക്ക് ശേഷം 2 എന്നിങ്ങനെ 10 റക്അത്തുകളാണ് മുഅക്കദായ സുന്നത്ത്. ശരിയായ രീതിയിൽ നിസ്കരിക്കുന്നവർക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ നോക്കൂ. ജീവിത പ്രയാസത്തെ അള്ളാഹു ഉയർത്തുന്നു. ഖബർ ശിക്ഷയെ നീക്കുന്നു. നന്മ തിന്മകൾ എഴുതിയ ഗ്രന്ഥം വലതു കൈയിൽ ലഭിക്കുന്നു. മിന്നൽ വേഗത്തിൽ സിറാത്ത് കടന്നുപോകുന്നു. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കിയ വിനകൾ നോക്കൂ. ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. സജ്ജനങ്ങളുടെ ലക്ഷണം മുഖത്തു നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. മറ്റ് സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയുമില്ല. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയില്ല. സജ്ജനങ്ങളുടെ പ്രാർത്ഥനകളിൽ പങ്കാളിത്തം ലഭിക്കില്ല. മരണസമയത്ത് നിന്ദ്യനായി വിശന്ന് ദാഹിച്ചു മരിക്കും. ഖബർ അവനെ ഞെരുക്കും. ഖബറിൽ തീ കത്തിക്കപ്പെടും. അവനെ ശിക്ഷിക്കാനായി പാമ്പിനെ അയക്കും. ഖബറിന് ശേഷം കഠിനമായ വിചാരണയെ നേരിടേണ്ടി വരും. രക്ഷിതാവിൻ്റെ കോപമുണ്ടാവും. നരകത്തിൽ പ്രവേശിക്കും. നിസ്കാരം ഉപേക്ഷിക്കപ്പെടുന്നവന്റെ മേൽ അന്ത്യദിനത്തിൽ ഇങ്ങനെ എഴുതപ്പെടുമെന്ന് മഹാന്മാർ പറയുന്നു: അള്ളാഹുവിനോടുള്ള കടമ വീട്ടാത്തവനെ, അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയവനെ, നീ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനോടുള്ള കടമ വീട്ടാത്തതുപോലെ ഇന്ന് നീ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിരാശനായി കൊള്ളുക എന്ന് അവൻ്റെ മേൽ എഴുതപ്പെടും. നിസ്കരിക്കുക നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കപ്പെടും മുമ്പ്. സംവിധാനം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ്. സ്ക്രിപ്റ്റ് ആൻഡ് സഹസംവിധാനം അബ്ദുൽ അസീസ് ഫൈസി കാട്ടുകുളങ്ങര. കോർഡിനേറ്റർ നിയാസ് ചോല. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
أشهد أن لا